ഹായ്, നമുക്കൊരു ട്രിക്ക് പഠിച്ചാലോ? കോൺകേവ് മിററുമായി ബന്ധപ്പെട്ടുള്ള ഒരു ട്രിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. പരീക്ഷയ്ക്ക് ഇനി നിങ്ങൾക്ക് ഒട്ടും ഒരു വേവലാതി വേണ്ട. അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കേണ്ട ആവശ്യമില്ല, പേപ്പറിൽ എഴുതി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, കോപ്പി അടിക്കേണ്ട. ഭയങ്കര അടിപൊളി ട്രിക്കാണ്. അറിഞ്ഞില്ലെങ്കിൽ നഷ്ടമാണ്. അപ്പൊ ആദ്യം ഒരു കാര്യം ചെയ്തോ, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഓക്കെ, അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്തേക്ക്. അതേപോലെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാനുള്ള കുറച്ച് ഭാഗമൊക്കെ ഇനി വരുന്നുണ്ട്, അപ്പൊ അതൊക്കെ കമന്റ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ സമയം കളയാനില്ല, വേഗം നമുക്ക് നമ്മുടെ ഭാഗത്തിലേക്ക് വരാം. അപ്പൊ നോക്കിക്കേ, കോൺകേവ് മിററുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ, അതാണ് നിങ്ങൾ ഇപ്പൊ ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇതൊരു ക്വസ്റ്റ്യൻ അല്ല, ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത പാട്ടാണ്, പക്ഷെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്കിത് സങ്കല്പിക്കാം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളോട് പറയാണ്, കോൺകേവ് മിററിന്റെ മുന്നില് സിയില് ഒരു വസ്തു വെച്ചു, ഒബ്ജക്റ്റ് വെച്ചു. മനസ്സിലായോ? ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സി എന്ന് പറയുന്ന സ്ഥലം എവിടെയാ? നോക്കിക്കേ, കണ്ടോ? ഇപ്പൊ ഇത് സി. ഓക്കെ, സി ആണ്. നിങ്ങൾക്ക് സൂം ചെയ്താലേ ചിലപ്പോൾ കാണുള്ളൂ അവിടെ സി ഒക്കെ അല്ലെ. ഇപ്പൊ നോക്കുക, സിയിൽ വെച്ചു. ഇവിടെ പക്ഷെ സിയിലല്ല ഉള്ളത്, സിന്റെ അപ്പുറത്തെ സ്ഥലമാണ് അല്ലേ. അപ്പോ നമ്മൾ അതിനെ പറയുന്ന സ്ഥലം സിയുടെ പിറകിൽ എന്നാ പറയാം, ബിഹൈൻഡ് ദി സി, സോറി ബിയോണ്ട് സി എന്നാ പറയാം. ഓക്കെ, അപ്പം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രതിബിംബം എവിടെ കിട്ടും? നമ്മൾ സാധാരണ കണ്ണാടിയിൽ പ്രതിബിംബം എവിടെ കിട്ടുക? കണ്ണാടി തന്നെ കിട്ടുക അല്ലെ. പക്ഷെ ഇത് കോൺകേവ് മിറർ ആണ്. ഇവിടെ നമുക്ക് ഇതിന്റെ പ്രതിബിംബം കണ്ണാടിയിൽ കിട്ടുമോ? കിട്ടത്തില്ല. എവിടെ കിട്ടും? നമുക്ക് കിട്ടുന്നത് സ്ക്രീനിലാണ് കിട്ടുക. ഉറപ്പല്ലേ? സ്ക്രീനിലാണ്. അപ്പോ അതിനെ പറ്റി നമുക്ക് അറിയണം അല്ലെ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഉണ്ടാവും അല്ലേ. ഇപ്പൊ സിയിൽ വെച്ചാൽ എവിടെ കിട്ടും? അറ്റ് ഇൻഫിനിറ്റിയിൽ വെച്ച് കഴിഞ്ഞാൽ എവിടെ കിട്ടും? അറ്റ് എഫിൽ എവിടെ വെച്ചാൽ കിട്ടും? എവിടെ കിട്ടും അല്ലേ? തേങ്ങ ഒന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ടാവും. പക്ഷെ പേടിക്കണ്ട, ഇത് ഈസിയാണ്, ഞാൻ ഈസി ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ എക്സാമിന് ചോദിക്കാൻ നോക്കിക്കോ. ഉദാഹരണത്തിന് അതിന്റെ ആൻസർ നിങ്ങൾ ചെയ്യുമോ, എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നോക്കാൻ പോകുന്നു കേട്ടോ. നോക്കിക്കോ, നിങ്ങളോട് പറയാണ്, ഒരു വസ്തു നോക്കാം, ഒരു വസ്തു എന്ത് ചെയ്യാണ്? ഇവിടെ വെക്കാം, നമുക്ക് സീൽ, ബിയോണ്ട് സീൽ വെക്കുന്നു. ഓക്കെ, ബിയോണ്ട് സീൽ നേരത്തെ ഞാൻ ഇമേജിൽ കണ്ടതുപോലെ തന്നെ ബിയോണ്ട് സീൽ ഒരു വസ്തു വെച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രതിബിംബം എവിടെ കിട്ടും? ഇതിന്റെ ഇമേജ് എവിടെ കിട്ടും? അത് മാത്രം പറഞ്ഞാൽ പോരാ, അതിന്റെ കൂടെ അതിന്റെ ഫീച്ചേഴ്സ് കൂടെ പറയണം, സവിശേഷത കൂടെ പറയണം. ഓക്കെ, അപ്പൊ പരീക്ഷയ്ക്ക് നമ്മള് അതിനാനെ അല്ലെങ്കിൽ ആര് ഒന്ന് പറഞ്ഞോണ്ടാ എന്ന് പറയേണ്ട അവസ്ഥയില്ല. അതിനാലെ ഞാൻ പറഞ്ഞുതരാം എന്ന് പറയാം. ഓക്കെ, അതിനുള്ള ട്രിക്കാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഇത് അറിയാമെങ്കിലും പ്രശ്നമില്ല, അറിയാത്തവർക്ക് വളരെ ഉപകാരമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നോക്കിക്കോ, അപ്പൊ നോക്കാം, നിങ്ങളോട് പറയാണ്, ബിയോണ്ട് സീല് ഒരു വസ്തു വെച്ചു, അതിന്റെ ഇമേജ് എവിടെ കിട്ടും? പ്രതിബിംബം എവിടെ കിട്ടും? അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? എന്താണ് പ്രത്യേകത നമ്മൾ പറയണ്ടേ? ഇതൊക്കെ നമുക്ക് അറിയണ്ടേ? ഓക്കെ, അപ്പൊ വേഗം നമ്മൾ എന്ത് ചെയ്യാണ്? കൺസെപ്റ്റിലേക്ക് പോവാണ്. വളരെ ഷോർട്ട് ആക്കിയതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കുക, കൺസെപ്റ്റിലേക്ക് വന്നോ. കൺസെപ്റ്റിലേക്ക് വരുമ്പം ഞാൻ ഇവിടെ നോക്കുക, ഈ സാധനം തന്നെയാണ് ഞാൻ ഇവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. മറന്നുപോലെ, ഇതെന്താണ്? കോൺകേവ് മിറർ, കോൺകേവ് ദർപ്പണമാണ്. ഈ ലൈനിനെ നമുക്കറിയാം പ്രിൻസിപ്പൽ ആക്സിസ്, മുഖ്യ അക്ഷം എന്ന് പറയാം അല്ലെ. ദെൻ അത് കഴിഞ്ഞിട്ട് നോക്കിക്കേ, ഇവിടെ കുറച്ച് പോയിന്റുകൾ ഉണ്ട്. ഈ പോയിന്റ് നിങ്ങൾക്ക് അറിയാലോ, ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് സി. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെന്റർ ഓഫ് കർവേച്ചർ അഥവാ വക്രത കേന്ദ്രം, വക്രത്തിന്റെ കേന്ദ്രമാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു പോയിന്റ് കാണുന്നു, എഫ്. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടുന്ന് സിയിലേക്ക് എത്ര ദൂരം ഉണ്ടോ അതിന്റെ പകുതി ആയിരിക്കും എഫ് അല്ലേ. ഓക്കെ, എഫ് എങ്ങനെ കണ്ടുപിടിക്കാന്നൊക്കെ നിങ്ങൾ വേറെ പഠിച്ചിട്ടുണ്ട്, ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ വരുന്നില്ല. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പോയിന്റും കൂടി ഉണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? പി എന്നാണ് പറയാ. പി ഞാൻ ഇവിടെ എഴുതുന്നത് കേട്ടോ. പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതറിയാം. അത് കഴിഞ്ഞിട്ട് നോക്കുക, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇൻഫിനിറ്റി, വിദൂരത. വിദൂരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അടുത്തൊന്നുമല്ല, എവിടെയോ ആണ് അല്ലെ. അപ്പൊ ഇത്രയും പോയിന്റുകൾ എല്ലാവർക്കും ഇതിൽ അറിഞ്ഞിട്ട് ഉണ്ടാവും, നിർബന്ധമായിട്ടും അറിയായിരിക്കും. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളാണ്, എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോക്കസ് ആണ്, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെന്റർ ഓഫ് കർവേച്ചർ, വക്രത കേന്ദ്രം. പിന്നെ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അറിയാം. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മലയാളത്തിൽ എന്താ പറയാ? വിദൂരത എന്നൊക്കെയാണ് നമ്മൾ അതിനെ പറയാം. ഓക്കെ, ഫൈൻ. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ഇതിനകത്ത് നമുക്ക് ഇനിയും കുറച്ചും കൂടെ ഫീൽഡുകൾ ഉണ്ട്. ഏതൊക്കെയാണ് ആ ഫീൽഡുകൾ നോക്കാം. ഇപ്പൊ നമ്മൾ പഠിച്ചത് ഏതൊക്കെയാ? ഇപ്പം പി പഠിച്ചു, എഫ് പഠിച്ചു, സി പഠിച്ചു, ഇൻഫിനിറ്റി പഠിച്ചു. എത്ര ഫീൽഡുകളായി? 4 ഫീൽഡ് ആയില്ലേ. ഇനി നമുക്ക് കുറച്ചും കൂടെ ഫീൽഡ് ഉണ്ട്. ആ ഫീൽഡ് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കിക്കേ.
ഇവിടെ ഞാൻ ഒരു വര ഇടുന്നു. ആ വര ഏകദേശം ഈ പിന്റെയും എഫിന്റെയും നടുവിലായിട്ടാണ് ഞാൻ, അഥവാ പി ഇവിടെ ഉണ്ട്, എഫ് ഇവിടെ ഉണ്ട്, ഇതിന്റെ ഏകദേശം നടുവിലായിട്ട് സെൻട്രലായിട്ടാണ് ഞാൻ ആ വര ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെന്ത് പറയാം നോക്കാം. എഫിന്റെയും പിന്റെയും ഇടയിലാണ് അല്ലെ. അപ്പൊ നമുക്ക് അതിനെന്ത് പറയാം? ബിറ്റ്വീൻ എഫ് ആൻഡ് പി. ഓക്കെ, ഞാനിവിടെ എഴുതാൻ സ്ഥലമില്ല കൂടുതലായിട്ട്. എഫ് ആൻഡ് പി മനസ്സിലായോ? നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായാൽ മതി. ഇനി അടുത്ത് ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൂടി ഇടാണ്. എവിടെയാ പോയിന്റ് ഇട്ടത്? സിന്റെയും എഫിന്റെ ഇടയിലാണ് പോയിന്റ് ഇട്ടിരിക്കുന്നത്. അതിന് എനിക്ക് എന്ത് പറയാം? ബിറ്റ്വീൻ. പറ എന്താ പറയാ? ബിറ്റ്വീൻ. ഇതെന്താണ്? ഈ കാണുന്ന പോയിന്റ് എന്താ? സി ആണ്. ഇത് എഫ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ബിറ്റ്വീൻ സി ആൻഡ് എഫ്. മനസ്സിലായോ? ഓക്കെ, നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു പോയിന്റ് കൂടി ഉണ്ട്. ആ പോയിന്റ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെയാണ്. അതിന് പക്ഷെ നമുക്ക് ബിറ്റ്വീൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? ഈ സാധനം എവിടെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇൻഫിനിറ്റി ആണ്. അത് എവിടെ ആവാം അല്ലേ? അതിന് പ്രത്യേക മെഷർ ഒന്നുമില്ല, കണക്കൊന്നുമില്ല. അത് എന്താ പറയാ, അതിന്റെ ഒരു ചുറ്റുവട്ടത്ത് നിന്ന് മാറിക്കഴിഞ്ഞാൽ അത് പിന്നെ ഇൻഫിനിറ്റി ആയി, പിന്നെ എങ്ങോ പോട്ടെ. അതാണ് ഇൻഫിനിറ്റി. വിദൂരത, അനന്തതയാണ്. അതിന് യാതൊരു തീരുമാനമില്ല. അപ്പൊ നോക്കാം. അപ്പൊ ഇവിടെ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ബിയോണ്ട് സി, അഥവാ മലയാളത്തിൽ എന്ത് പറയാം? സിക്ക് അപ്പുറം. ഓക്കെ, മറ്റതൊക്കെ നോക്കാം. നിങ്ങൾക്ക് ഞാൻ ഇവിടെ മലയാളം കൂടെ എഴുതുന്നില്ല കേട്ടോ, വൃത്തികേടാവണ്ടെന്ന് എഴുതിയിട്ടാണ്. അപ്പൊ നോക്കാം, ഇത് എഫും ഇത് പിയും ആണ് അല്ലെ. അപ്പൊ അതിന്റെ ഇടയിലുള്ളതിന് നമ്മൾ എന്ത് പറയും? ബിറ്റ്വീൻ എഫ് ആൻഡ് പി, അഥവാ മലയാളത്തിൽ എന്ത് പറയാം? എഫിനും പിക്കും ഇടയിൽ. ഓക്കെ, അടുത്ത നോക്കിക്കേ. അടുത്ത നമുക്ക് ഇവിടെ കാണാം ഒരു പോയിന്റ്, ബിറ്റ്വീൻ സി ആൻഡ് എഫ് അല്ലെ. അത് നമ്മൾ എന്ത് പറയാം? സിക്കും എഫിനും ഇടയിൽ. ഇത് ബിയോണ്ട് സി, സിക്ക് അപ്പുറത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ എത്ര പോയിന്റുകൾ കിട്ടി, അല്ലെങ്കിൽ എത്ര ഫീൽഡുകൾ കിട്ടി നോക്കിക്കേ. പി 1 2 3 4 5 6 7. ഇതിനകത്തൊക്കെ നമുക്ക് വസ്തുക്കളെ വെക്കാൻ പറ്റുമോ? ഓക്കെ, നോക്ക്. ഞാൻ ഇവിടെ ആദ്യം ഒരു വസ്തുവിനെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇൻഫിനിറ്റിയിൽ ഞാനൊരു കാൻഡിൽ, മെഴുകുതിരി കൊണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു സ്ഥലത്ത് ഞാൻ വെച്ചു അല്ലേ. ഇനി എനിക്ക് വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവച്ചൂടെ? രണ്ടാമത്തെ സ്ഥലമായി. ഇവിടെ വെച്ചൂടെ? മൂന്നാമത്തെ സ്ഥലമായി. ഇവിടെ വെച്ചൂടെ? നാലാമത്തെ സ്ഥലമായി. ഇവിടെ വെച്ചൂടെ? അഞ്ചാമത്തെ സ്ഥലമായി. ഇവിടെ വെച്ചൂടെ? ആറാമത്തെ സ്ഥലമായി. ഇവിടെ വെക്കാമോ? ഇല്ല അല്ലെ. അതെവിടെയാണ്? അത് ഇതിന്റെ ഉള്ളിൽ ഇവിടെ കൊണ്ടേ വെക്കുന്ന പോലെ ഉണ്ടാവും. അവിടെ കൊണ്ടേക്കാൻ പറ്റുമോ? നമുക്കില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വരെയൊക്കെ കൊണ്ടുപോവാം അല്ലെ, അതിന്റെ ഫ്രണ്ടിൽ വരെയായിട്ട് കൊണ്ടുപോവാം. അപ്പൊ അത്രയും പോയിന്റുകൾ കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ് പറയാൻ വേണ്ടി പോണത്? വസ്തു ഇൻഫിനിറ്റിയിൽ അഥവാ വിദൂരതയിൽ, അനന്തതയിൽ വെച്ചാൽ നമുക്ക് എവിടെയാണ് പ്രതിബിംബം കിട്ടുക? പ്രതിബിംബം കിട്ടാനുള്ള സ്ഥലം എവിടെയാണ്? ഇത് കണ്ടോ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്ക്രീൻ എന്ന് പറയാം. സ്ക്രീൻ അവിടെ ഉറപ്പിച്ചു വെച്ചതാണോ? അല്ല. നമ്മൾ വസ്തുവിനെ ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് മാറ്റി നോട്ടിക്കോ. അപ്പം സ്ക്രീനും എന്ത് ചെയ്യണം? അതിന്റെ ഒപ്പം പോകണം. നായകൻ വെള്ളത്തിലേക്ക് ചാടുമ്പോ അതേപോലെ ക്യാമറ അതിന്റെ കൂടെ ചാടട്ടെ, അതല്ലേ ഹീറോയിസ് എന്നൊക്കെ പറഞ്ഞായിരിക്കും. ഇവിടെ ഹീറോയിസ് ഒന്നല്ല. ഇവിടെ എന്ത് ചെയ്യണം? വസ്തു മാറുമ്പോൾ, വസ്തു ഇവിടെ നിങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്രീനും മാറ്റേണ്ടി വരും. കാരണം പ്രതിബിംബം കിട്ടുന്നത് എവിടെയാണെന്ന് നമ്മൾ അറിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ? സ്ക്രീൻ വെക്കാൻ. അത് അറിയാത്തവന് പിന്നെ സ്ക്രീൻ വെക്കാൻ പറ്റുമോ മര്യാദക്ക്? ഇല്ല അല്ലെ. ചിലപ്പോൾ അവൻ പലയിടത്തും ഇങ്ങനെ വെച്ചോണ്ടിരിക്കും, പക്ഷെ റെഡി ആവില്ല. ഓക്കെ, അപ്പൊ അറിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് വെക്കാം. അറിയണ്ടേ? യെസ്, അറിയാനുള്ള ഈസി ആയിട്ടുള്ള വഴിയാണ് പറയാൻ വേണ്ടി പോകുന്നത്. നോക്കിക്കോ, അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഒറ്റ കാര്യം ചെയ്താൽ ഈസി ആയിട്ട് മനസ്സിലാക്കാം. നമ്മളൊരു നമ്പറിംഗ് സിസ്റ്റമാണ്. ഇവിടെ നോക്കിക്കേ, ഇതിന് 1 2 3 4 5 6. ഓക്കെ, നമ്പർ ഇടാൻ ആർക്കെയും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ ഇതുവരെ പറഞ്ഞ പോയിന്റുകളൊക്കെ മനസ്സിലായില്ലേ? അതും മനസ്സിലായില്ലേ? നോക്കിക്കേ, ഏതൊക്കെയാണ് മനസ്സിലായത്? നോക്കുക, വസ്തു ഞാൻ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്ട് അറ്റ് ഇൻഫിനിറ്റി, വസ്തു എവിടെയാണ്? അനന്തതയിലാണ്. രണ്ടാമത്തേത് ഞാൻ ഇവിടെ വെക്കുകയാണ്. അപ്പൊ എന്താണ്? ഒബ്ജക്ട് ബിയോണ്ട് സി ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? വസ്തു സിക്ക് അപ്പുറം. അപ്പം എനിക്ക് ഈ മെഴുകുതിരിനെ ഇവിടുത്തെ എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടേ വെക്കാം, അവിടുന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടേ വെക്കാം, ഇങ്ങോട്ട് വെക്കാം, ഇവിടെ വെക്കാം, ഇവിടെയും വെക്കാം. അപ്പൊ പല സ്ഥലങ്ങളിൽ എനിക്ക് വെക്കാൻ പറ്റും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ പ്രതിബിംബം എവിടെ കിട്ടും? ആ പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണെന്നും കൂടിയാണ് നിങ്ങളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതും ഈസി ആയിട്ട് ഇപ്പൊ മനസ്സിലാവും. യെസ്, നമ്മുടെ ട്രിക്ക് റിവീൽ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഈ നമ്പർ ഇട്ടല്ലോ. അപ്പൊ നമ്പർ ഇട്ട് നോക്കിക്കേ, ഓരോ നമ്പർ ഏതാണെന്ന് അറിയണം നമുക്ക് അല്ലേ. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സി ആണ്. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ആണ്. 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയോണ്ട് എഫ് ആൻഡ് പി. ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണേ. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. ഓക്കെ, അപ്പൊ ട്രിക്കിൽ ഇതാ നമ്മൾ റിവീൽ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇത്രയേ ഉള്ളൂ ട്രിക്ക്. കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ? കത്തിയില്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. നോക്കുക, വസ്തുവിന് വേണ്ടിയുള്ള ഒരു ഭാഗമാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒബ്ജക്റ്റ് ഞാൻ 1-ൽ വെച്ച് കഴിഞ്ഞാൽ പ്രതിബിംബം എനിക്ക് ഇമേജ് എവിടെ കിട്ടും? ഇമേജ് 5-ൽ കിട്ടും.
എങ്ങനെ മനസ്സിലായി? ഇതൊരു ട്രിക്കാണ്. ഇവിടെ എന്ത് ചെയ്താൽ മതി? ഈ നമ്പറിനെ എന്ത് ചെയ്താൽ മതി? 6ൽ നിന്നും മൈനസ് ചെയ്താൽ മതി. 6 മൈനസ് 1 5. ഇത് നോക്കുക, ഇവിടെ ആണെങ്കിലോ 6 മൈനസ് 4 എത്രയാ? 2. ഈസി അല്ലേ? അപ്പൊ നോക്കിക്ക്, ഇവിടെ കാണാം 5 ആണെങ്കിൽ 6 മൈനസ് 5 എത്ര? ആൻസർ 1 ഇപ്പൊ 6ൽ വെച്ച് കഴിഞ്ഞാലോ 6 മൈനസ് 6 എത്രയാ? 0. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, എവിടെ ഈ 0? ആ 0 നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. 0ത്തിന് ഞാൻ വേറൊരു കളറിൽ എഴുതാം. 0. ഓക്കെ, ഇത് 0 കേട്ടോ. ഓ എന്ന് വായിക്കല്ലേ, 0 ആണ് കേട്ടോ. അപ്പൊ 0 എന്ന് പറഞ്ഞൊരു പോയിന്റ് അവിടെ, അതെങ്ങനെ മിററിന്റെ ബാക്കിലായി? യെസ്, ഇതില് ഒരു സിറ്റുവേഷനിൽ മാത്രം എന്ത് ചെയ്യുന്നുണ്ട് നോക്കാം, ഈ പ്രതിബിംബം ഇവിടെ അല്ല ഉണ്ടാവുക. ഒരു സിറ്റുവേഷനിൽ, ഒരു സന്ദർഭത്തിൽ മാത്രം ഇവിടെ ഉണ്ടാവില്ല, അഥവാ സ്ക്രീനിൽ ഉണ്ടാവില്ല. പകരം എവിടെ കാണാം? ഈ കണ്ണാടിയുടെ ഉള്ളിൽ തന്നെ കാണാം. നമ്മൾ സാധാരണ മുഖം നോക്കുന്ന കണ്ണാടിയില്ലേ, ആ കണ്ണാടിയിൽ നമ്മുടെ മുഖം കാണാറില്ലേ? അതേപോലെ എന്ത് ചെയ്യാം? അതേപോലെ അല്ല, മീൻസ് ആ ഒരു ഇമാജിനേഷൻ പറഞ്ഞാണ്. കണ്ണാടിക്കകത്ത് നമുക്ക് നമ്മുടെ ഇമേജ് കാണാം, പ്രതിബിംബം കാണാം, ഒരു സിറ്റുവേഷനിൽ മാത്രം അല്ലേ. അപ്പൊ അതാണ് 0 എന്ന് പറഞ്ഞ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. 1ൽ വെച്ചാൽ ഇതാണ് 1. 1ൽ വെച്ചാൽ എവിടെ കിട്ടും? 5ൽ കിട്ടും. പ്രതിബിംബം എവിടെ കിട്ടുക? 5ലാണ് കിട്ടുക. 2ൽ വെച്ചാൽ എവിടെ കിട്ടും? 4ൽ കിട്ടും. ഇവിടെയാണ് പ്രതിബിംബം കിട്ടുക. 3 വെച്ചാൽ എന്ത് ചെയ്യും? 3ൽ തന്നെ പ്രതിബിംബം കിട്ടും. 3ൽ തന്നെ കിട്ടും. 4ലാണ് വെച്ചെങ്കിലോ, ഇവിടെയാണ് ഞാൻ ഈ മെഴുകുതിരിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചെങ്കിലോ, എനിക്ക് എന്ത് ചെയ്യാം? പ്രതിബിംബം ഇവിടെയാണ് കിട്ടുക അല്ലെ. അടുത്ത ഞാൻ 5ൽ വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് 5. 5ൽ വെച്ച് കഴിഞ്ഞാൽ പ്രതിബിംബം എനിക്ക് എവിടെ കിട്ടും? 1ലാണ് കിട്ടുക. ഓക്കെ, ഇനി 6ൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പ്രതിബിംബം എനിക്ക് എവിടെ കിട്ടും? കണ്ണാടിയിൽ, ദർപ്പണത്തിൽ, മിററിൽ തന്നെ കാണാൻ പറ്റും. ക്ലിയർ 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 ആണോ? അപ്പൊ നോക്കിക്കേ, ഇത്രയാണ് എന്ത് ഇവിടുത്തെ വലിയൊരു ട്രിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി വേറെ ട്രിക്കും കൂടി ഉണ്ട്, ഇതിന്റെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ട്രിക്ക്. അതും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് ഇത് പൂരിപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഈസി ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞു. 1ൽ വെച്ച് കഴിഞ്ഞാൽ 5ൽ കിട്ടും. അതിന് എന്ത് മതി? ഈ ഒരു സാധനം മതി. ഓക്കെ, ഇനി നേരെ വന്നോ. ഇതാ ഇവിടെ ഞാൻ എല്ലാത്തിന്റെയും കറക്റ്റ് ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്തിനാ ഇത്രയും മെഴുകുതിരി എന്നൊന്നും കരുതണ്ട. ഒരു മെഴുകുതിരി ഉള്ളൂ എന്ന് കരുതിയാൽ മതി. ഇവിടെ ഒരു മെഴുകുതിരി വെക്കുന്നു. അപ്പൊ ആ സമയത്ത് ഈ മെഴുകുതിരിനെ പറ്റിയൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. വേറെ ഏത് മെഴുകുതിരിനെ പറ്റി ആലോചിക്കേണ്ട. നോക്കാം, ഈ മെഴുകുതിരി ഞാൻ വെച്ചപ്പോ ഇതിന്റെ കളറുള്ള ഒരു മെഴുകുതിരി ഇവിടെ ഉണ്ട്. നിങ്ങൾ കണ്ടുപിടിച്ചോ? നോക്കാം, ഇതിന്റെ കളറുള്ള മെഴുകുതിരി എവിടെ ഉണ്ട്? യെസ്, ഇവിടെ ഉണ്ട്. മനസ്സിലായോ? അഥവാ ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഏത് പോയിന്റാ? ഇവിടെ 1ൽ വെച്ചാൽ 5ൽ കിട്ടും, Fൽ കിട്ടും അല്ലെ. അപ്പൊ നോക്കിക്കേ, ഇവിടെ F കണ്ടോ? ഈ Fൽ എന്താ കാണുന്നേ? ഇവിടെ കാണുന്നുണ്ട് ഒരു പ്രതിബിംബം. ആ പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താ? ചെറുതാണ് അല്ലെ. നോക്കാം, ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന അതൊന്നും റിയൽ ആയിട്ടുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള പിക്ചർ ഒന്നും അല്ല. ഞാൻ വെറുതെ ഒരു റെപ്രസെന്റേഷന് വേണ്ടി മാത്രം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം എടുത്തിരിക്കുന്നതാണ്. അതേപോലെ തന്നെ സാധാരണ മെഴുകുതിരി മൊത്തത്തിലൊന്നും എടുക്കാറില്ല. മെഴുകുതിരിയുടെ ഫ്ലെയിം ഒക്കെ സാധാരണ എടുക്കുള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ അടുത്ത് ഇതേ കിട്ടിയുള്ളൂ, അപ്പൊ ഞാൻ അത് എടുത്തിട്ട് കാണിക്കുന്നു കേട്ടോ. പിന്നെ ഒരു ഫ്ലെയിം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ഓടി വരില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഒരു മെഴുകുതിരി തന്നെ ജസ്റ്റ് ഒരു ഇമാജിൻ ചെയ്താൽ മതി വെറുതെ കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എവിടെ കിട്ടും? ഇത് അവിടെ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എല്ലാത്തിനും, അപ്പൊ ഞാൻ എന്തിനാണ് ഇത്രയും മെഴുകുതിരി വെച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. ഇതിന് ഞാൻ കൊടുത്ത കളർ ഏതാ? നീലയാണ്. എപ്പോഴെങ്കിലും നീലൊക്കെ പിന്നെയും മെഴുകുതിരിയിൽ ഉണ്ടാവുമോ? മെഴുകുതിരി ഉണ്ടാവില്ല അല്ലെ, ഗ്യാസ് സ്റ്റൗവിലൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ നോക്ക്, ഞാൻ വെറുതെ ഒരു നീല കൊടുത്താണ്. നീല ഒന്നിനുമല്ല, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വെച്ചപ്പോൾ കിട്ടിയിരിക്കുന്ന പ്രതിബിംബം ഇവിടെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അതിന്റെ കളർ ഇവിടെ കണ്ടോ? അതിന്റെ കുഞ്ഞാണിത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ വെച്ചപ്പം ഇവിടെ കിട്ടി, ഇവിടെ കിട്ടി. അപ്പൊ അതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നോക്കാം, ഇതിന്റെ വലിപ്പം നോക്ക്, ഇതിന്റെ വലിപ്പം നോക്ക്. കുഞ്ഞല്ലേ? ചെറുതല്ലേ? ചെറുതാണ് അല്ലെ, ചെറുതാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? നോക്കാം, അപ്പൊ നമുക്ക് ഞാൻ എക്സാമ്പിൾ പറയുകയാണെ. ഇൻഫിനിറ്റിയിൽ വെച്ച് കഴിഞ്ഞാൽ പ്രതിബിംബം എവിടെ കിട്ടുന്നു? Fൽ കിട്ടുന്നു. അപ്പൊ നമുക്ക് പൂരിപ്പിക്കാം അല്ലെ. നോക്കാം, അറ്റ് ഇൻഫിനിറ്റിയിൽ വെച്ച് കഴിഞ്ഞാൽ പ്രതിബിംബം എവിടെ കിട്ടും? Fൽ കിട്ടും. അറ്റ് F എന്നൊക്കെ എഴുതണേ. ഞാൻ F എന്ന് ജസ്റ്റ് ചുരുക്കി എഴുതാണ്. നിങ്ങൾ എഴുതുമ്പോ എന്ത് ചെയ്യണം? അറ്റ്, എനിക്ക് അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാ. അറ്റ് F, മലയാളം മീഡിയക്കാരാണെങ്കിൽ Fൽ എന്ന് എഴുതിയാൽ മതി. പ്രതിബിംബം എവിടെയാണ്? Fൽ. ഓക്കെ, ഇനി അടുത്ത നോക്കാം. പൊസിഷൻ എന്നുള്ള സാധനം മാത്രമേ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളൂ അറ്റ് Fൽ. ദെൻ അടുത്ത പറയേണ്ട എന്താണ്? ഫീച്ചേഴ്സ്. മലയാളം മീഡിയക്കാർ ഇവിടെ നോക്കുക. പ്രതിബിംബത്തിന്റെ സ്ഥാനം, സവിശേഷത. സ്ഥാനപ്പ് നമുക്ക് കിട്ടിയില്ലേ? സവിശേഷത വേണ്ടേ? അറ്റ് ഇൻഫിനിറ്റിയിൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇൻഫിനിറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ കിട്ടും? Fൽ കിട്ടും. അത് ഇതിൽ നിന്ന് കിട്ടും. നമ്മളെ ഏതിന്നാണ്? ഈ ഒരു ചാർട്ടിൽ നിന്ന് കിട്ടും. ഓക്കെ, എന്നാൽ അതിന്റെ വലുപ്പം കാര്യങ്ങളൊക്കെയാണ് ഇനി അടുത്ത പറയേണ്ടത്. നോക്കാം, ഇപ്പൊ ഇൻഫിനിറ്റിയിൽ വെച്ച് കഴിഞ്ഞാൽ Fൽ കിട്ടുന്നത് എന്താണ്? ചെറുതാണ് അല്ലെ, ചെറുതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ പോയിട്ട് ഒരു കോമ ഇട്ടിട്ട് എന്ത് ചെയ്യാം?
ചെറുതാണ് എന്നുള്ള കാര്യം കൂടി എഴുതാം. സോറി, ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു അല്ലെ. ഇംഗ്ലീഷ് മീഡിയക്കാരാണെങ്കിൽ നിങ്ങൾ എന്താ എഴുതേണ്ടത്? ഡിമിനിഷ്ഡ്. മലയാളം മീഡിയക്കാരാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ചെറുത്. മലയാളം മീഡിയക്കാർ ചെറുത്. നിങ്ങൾ എഫിൽ നിന്നും കൂടെ എഴുതണം കേട്ടോ, ഞാൻ ഇവിടെ എഴുതിയില്ലേ, അറ്റ് എഫ്, അത് ഇവിടെ എഴുതണം, എഫിൽ എന്നും കൂടെ എഴുതണം. ഓക്കെ, ഡിമിനിഷ്ഡ്, ചെറുതായി. മനസ്സിലായോ? ചെറുതാണ്, ഡിമിനിഷ്ഡ് ആണ്. മനസ്സിലായി? ഓക്കെ. ഇനി അടുത്ത വേറൊരു സവിശേഷത കൂടി നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. നോക്കുക, ഈ മെഴുകുതിരി നിൽക്കുന്ന എങ്ങനെയാ നോക്കിക്കേ, മുകളിലേക്കാണ് അല്ലെ. മെഴുകുതിരി ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കത്തിച്ചൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ മെഴുകുതിരി, ഇവിടെ മെഴുകുതിരി ഉണ്ടോ? ഇല്ല. മെഴുകുതിരിയുടെ ഇമേജേ ഉള്ളൂ, പ്രതിബിംബേ ഉള്ളൂ. അതെങ്ങനെയാണ്? താഴോട്ടാണ് അല്ലേ. മനസ്സിലായോ? അപ്പൊ ഇതെന്താണ്? ഇത് നിവർന്നതാണ്. എന്നാൽ ഇതെന്താണ്? തല കീഴായതാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? പ്രതിബിംബത്തിനെ എന്തുകൂടെ പറയാം? ഇവിടെ തല കീഴായ പ്രതിബിംബമാണ്. അപ്പോ ഇവിടെ തല കീഴായത്, എനിക്കിവിടെ എഴുതാൻ സ്ഥലമില്ല കേട്ടോ, നിങ്ങളത് മനസ്സിലാക്കണം, എന്റെ ബുദ്ധിമുട്ട്. തല കീഴായത്, തല കീഴായത്. ഓക്കെ, അപ്പം ഇംഗ്ലീഷ് മീഡിയക്കാർ അതിനെന്ത് ചെയ്തും? ഇൻവേർട്ടഡ്. എന്താ പറയാ? ഇൻവേർട്ടഡ്. ഓക്കെ, അപ്പൊ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ, ഇൻവേർട്ടഡ് ഇമേജസ് ഒക്കെ റിയൽ ഇമേജസ് ആണ്. മനസ്സിലായോ? ഓക്കെ, ഇൻവേർട്ടഡ് മീൻസ് റിയൽ ഇമേജസ് ആണെന്നുള്ളതാണ്. അപ്പൊ നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് എത്ര ഇമേജസ് കാണാം? ഈ കാണുന്ന ഇമേജസ് മൊത്തം എന്താണ്? ഇൻവേർട്ടഡ് ആണ്. ഇൻവേർട്ടഡ്. ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മലയാളത്തില് നമുക്ക് അതിനെന്ത് പറയാം? തലകീഴായത്. ഓക്കെ, ഇൻവേർട്ടഡ് ആണെങ്കിൽ ഒരു ഐഫൺ എടുത്ത് അതിന്റെ കൂടെ എഴുതിക്കോ, റിയൽ ഇമേജ് എന്ന് എഴുതി വെച്ചോ. റിയൽ ഇമേജ് എന്ന് എഴുതി വെച്ചോ. ഇൻവേർട്ടഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ എന്ത് ചെയ്യുക? റിയൽ ഇമേജസ്. അഥവാ തലകീഴായതാണെങ്കിൽ, തലകീഴായതാണെങ്കിൽ അതെന്താണ്? യഥാർത്ഥ പ്രതിബിംബമാണ്. യഥാർത്ഥ പ്രതിബിംബമാണ്. ക്ലിയർ ആണോ? ഈ സാധനം ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ തല കീഴാണെന്ന് നിങ്ങൾ എഴുതി വെച്ചോ, അതിന്റെ കൂടെ അപ്പൊ തന്നെ ഒരു ഐഫൺ ഇട്ടിട്ട് യഥാർത്ഥമാണെന്ന് എഴുതി വെച്ചോ. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഒരാൾ കൂടി ഉണ്ടല്ലോ, ഇയാളെന്താ? നിവർന്നതാ. ഇവിടെ വെച്ചപ്പോ അയാളെ പ്രതിബിംബം ഇവിടെ കിട്ടി. എവിടെ കിട്ടി? കണ്ണാടിന്റെ ബാക്കിലോടോ കിട്ടിയോ? ഇല്ല, കണ്ണാടിയിലാ കാണുന്നത്. പക്ഷെ കണ്ണാടിയിൽ കുറച്ച് അകലുള്ളത് പോലെ തോന്നുന്നു അല്ലെ. ഇപ്പൊ നമ്മളൊരു കണ്ണാടിന്റെ മുന്നിൽ വന്നിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഞാനിപ്പോ കണ്ണാടിന്റെ, ഇപ്പൊ ഇവിടെ കണ്ണാടി ഉണ്ട് കുട്ടി കേട്ടോ, അപ്പൊ ഞാൻ ഇവിടെ നിൽക്കുകയാണ്. അപ്പൊ കണ്ണാടിയുടെ പ്രതിബിംബം എന്തായിരിക്കും? കണ്ണാടിയിൽ നിന്ന് കുറച്ച് ബാക്കിലായിട്ട് തന്നെ കാണാം അല്ലെ. ഞാൻ അങ്ങനെ അടുത്തോട്ട് വരുമ്പോൾ പ്രതിബിംബം അടുത്തോട്ട് വരും ഇല്ലേ. ഞാൻ ബാക്കിലേക്ക് പോകുമ്പോൾ പ്രതിബിംബം ബാക്കിലേക്ക് പോകും. അതേ സിസ്റ്റമാണ് ഇവിടെ. അപ്പൊ ഇവിടെ എത്രയേ ഉള്ളൂ? നോക്കുക, ഇവിടെ വെച്ചപ്പോ ഇവിടെ കുറച്ച് അകലത്തിൽ ഇങ്ങനെ കിട്ടുന്നു. അതിന്റെ പ്രത്യേകത നോക്കിക്കേ, കണ്ടോ? ഇതിനേക്കാളും വലുപ്പമുണ്ട് ഇല്ലേ? ഇത് ഇല്ലേ? ഉണ്ട്. അപ്പോ ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. തല കീഴായതാണെങ്കിൽ എന്താണ്? യഥാർത്ഥമാണ്. എന്നാൽ ഇതിന് നമ്മൾ എന്ത് പറയാം? നിവർന്നത് അല്ലെ. നിവർന്നതാണെങ്കിൽ എന്താണ്? നിവർന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ? നിവർന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ ഇറക്റ്റഡ് എന്നാ പറയാ. ഇറക്റ്റഡ്. ഓക്കെ, ഇറക്റ്റഡ് ആണെങ്കിൽ അതെന്തായിരിക്കും? വിർച്വൽ ഇമേജ് ആയിരിക്കും. വിർച്വൽ ഇമേജ്. വിർച്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മിഥ്യാപ്രതിബിംബം. മിഥ്യാപ്രതിബിംബമായിരിക്കും. ക്ലിയർ ആണോ? മിഥ്യാപ്രതിബിംബമായിരിക്കും. അപ്പൊ നോക്കാം, ഇത് മൊത്തം എന്താണ്? അത് മൊത്തം റിയൽ ആണ്. എന്നാൽ ഇയാള് മാത്രം എന്താണ്? അയാൾ മാത്രം വിർച്വൽ ആണ്, മിഥ്യയാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതി കൂടെ ഇതിന്റെ കൂടെ എഴുതാൻ പറ്റും. ഇനി നമുക്ക് സൈസിന്റെ കാര്യത്തിലേക്ക് നോക്കാം. സൈസിലേക്ക് നോക്കിക്കേ, ഇവിടെ വെച്ചപ്പോ കിട്ടിയ ആളാണ് ഇത്. ഓക്കെ, അപ്പം ഇവിടെ വെക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഇവരൊന്നും ആരും ഉണ്ടാവാൻ പാടില്ല. ആര് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ? ഇതും ഇതും മാത്രമേ ഉണ്ടാവുള്ളൂ. അഥവാ സ്ക്രീൻ ഇവിടെ ഇരിക്കും. ഈ സ്ക്രീനിൽ എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു ഇമേജ് നമുക്ക് കാണാൻ പറ്റും. അടുത്ത നോക്കിക്കേ, ഇവിടെ കൊണ്ടുവെക്കാണ്. അവിടെ കൊണ്ടുവെക്കുമ്പോൾ ഇതൊന്നും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവാൻ പാടില്ല. ഇതൊന്നും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവാൻ പാടില്ല. ആര് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ? ഇയാളും ഇയാളും. അതിനാണ് ഞാൻ കളർ ഒരുമിച്ച് കൊടുത്തത് കേട്ടോ. അപ്പൊ ഇവിടെ വെച്ചപ്പോൾ ഇതാ കിട്ടിയിരിക്കുന്നു. തലകീഴായത് തന്നെയാണ്. വലുപ്പം നോക്ക്, വലുപ്പം ഇപ്പോഴും ചെറുത് തന്നെയാണ്. വസ്തുവിനേക്കാളും വലുതോ അല്ലെങ്കിൽ വസ്തുവിന്റെ അതേ വലുപ്പം വന്നോ? ഇല്ല, ചെറുതാണ്. അപ്പൊ അതും നമുക്ക് എന്ത് പറയാം? ചെറുതാണ്. ചെറുതിന് നമ്മൾ പറയുന്ന വാക്കെന്താ? ഡിമിനിഷ്ഡ്. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത നോക്കിക്കേ, ഇവിടെ വെക്കാണ്. അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അവിടെ വെച്ച് കഴിഞ്ഞാൽ 3-ൽ വെച്ച് കഴിഞ്ഞാൽ എവിടെ തന്നെ കിട്ടും? 3-ൽ തന്നെ കിട്ടും അല്ലെ. 3 എന്ന് പറഞ്ഞാൽ സി ആണ്. സിയിൽ വെച്ച് കഴിഞ്ഞാൽ സി തന്നെ കിട്ടും എന്നുള്ള കാര്യം മൈൻഡിൽ ഉണ്ടാവണം. അതിന്റെ ഒരു പ്രത്യേകതയും കൂടി നോക്കിക്കേ. ഇത് കണ്ടോ? വസ്തുവിന്റെ വലുപ്പവും പ്രതിബിംബത്തിന്റെ വലുപ്പവും സെയിം ആണ്. സെയിം, അതേ വലുപ്പം. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്താം? സെയിം വലുപ്പമാണ്, അതേ വലുപ്പമാണെന്ന് എഴുതാം. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ നമ്മൾ വസ്തുവിനെ വെച്ചപ്പോ അതിന്റെ പ്രതിബിംബം കിട്ടിയത് ഇവിടെയാണ്. അതിന്റെ വലുപ്പം നോക്കിക്കേ, വസ്തുവിന്റെ വലുപ്പം എത്രയേ ഉള്ളൂ, അതിനേക്കാളും വലുതല്ലേ. അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? വലിയ പ്രതിബിംബമാണ്, അല്ലെങ്കിൽ വലുതെന്ന് എഴുതാം. വലുത് ഇംഗ്ലീഷിൽ എന്ത് പറയും? മാഗ്നിഫൈഡ് എന്ന് പറയാം. മാഗ്നിഫൈഡ് എന്ന് പറയാം. അടുത്ത് നോക്കിക്കേ. അടുത്തത് നമ്മൾ ഇവിടെ വെക്കുന്നത് എഫിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ കിട്ടും, ഇവിടെ കിട്ടും. അതിന്റെ വലുപ്പോ നല്ല വലുപ്പമുണ്ട്. ഞാൻ ഈ കാണിക്കുന്ന വലുപ്പം നല്ല ആക്ച്വലി ഉള്ളത് ഇതിനേക്കാളും നല്ല വലുപ്പം ഉണ്ടാവും. അത് മാത്രമല്ല, അത് വലിയൊരു ക്ലാരിറ്റി ഒന്നും ഇല്ലാതെ അങ്ങനെ നിൽക്കുന്നതായിരിക്കും ഉണ്ടാവുക.
അപ്പൊ നോക്കുക, ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിട്ടും, അതും വലുതാണ്. അടുത്ത് നോക്കുക, ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എവിടെ കിട്ടും, ഇവിടെ കിട്ടും അല്ലെ. അതിന്റെ വലുപ്പം എന്താ, വലുത് തന്നെയാണ്, ഇതും വലുത് തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ ഇത് രണ്ടും എന്താണ്, ചെറുതാണ്, ഡിമിനിഷ്ഡ്. ഇതെന്താണ്, സെയിം സൈസ് ആണ്, ഇത് വസ്തുവിന്റെ അതേ വലുപ്പമാണ്. ഇത് രണ്ടും അതേപോലെ ഇത് മൂന്നും എന്താണ്, മാഗ്നിഫൈഡ് ആണ്, വലുതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാം. അപ്പൊ നോക്കുക, നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞ കാര്യം എന്താണ്, ഇൻഫിനിറ്റി അല്ലേ. ഇൻഫിനിറ്റിയിൽ നമ്മൾ ഒരു കാര്യം മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ, ഇൻഫിനിറ്റി എഫ്. ഒരു കാര്യമില്ല, രണ്ട് കാര്യം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കുക, എഫിലാണ് കിട്ടുക നമ്മൾ എഴുതിയിട്ടുണ്ട്, അതേപോലെ ഡിമിനിഷ്ഡ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെയോ ഇൻവേർട്ടഡ് ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്, കോമറ്റ് ആയിട്ട് എഴുതിക്കോ, റിയൽ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ബാക്കിയുള്ളതൊക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യോ. ബിയോണ്ട് സിയും കൂടി ഞാൻ പറയണോ, വേണ്ട അല്ലെ, വേണോ? വേണമെങ്കിൽ ഞാൻ പറയാം, കുഴപ്പമില്ല. ഓക്കെ, ഞാൻ ബിയോണ്ട് സിയും കൂടെ പറയാം. ബിയോണ്ട് സി വേണ്ട, നമുക്ക് വേറെ ഏതെങ്കിലും പറയാം. ഓക്കെ, ഏത് പറയാം, ഞാൻ ബിറ്റ്വീൻ സി ആൻഡ് എഫ് പറയാം. ഓക്കെ, അതായിരിക്കും, മീൻസ് കുറച്ച് അപ്പുറത്തുള്ളത് നോക്കിയിട്ട് പറയാം. അപ്പൊ ഇത് നിങ്ങൾ കമന്റ് ചെയ്യേണ്ട, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്തോളൂ കേട്ടോ. ബിറ്റ്വീൻ സി ആൻഡ് എഫ്, സിക്കും എഫിനും ഇടയിൽ. നോക്കിക്കേ, സിക്കും എഫിനും ഇടയിലാണെന്നുണ്ടെങ്കിൽ അപ്പൊ എവിടെ നമ്മൾ പോവാ, സിക്കും എഫിനും ഇടയിൽ. എവിടെ സിയും എഫിനും ഇടയിലുള്ള സ്ഥലം, ഇതാണ് നമ്മുടെ എഫ് അല്ലെ, ഇതാണ് നമ്മുടെ സി. അപ്പൊ ഇതാണ് പോയിന്റ്, 4-ലാണ്. 4 ബിറ്റ്വീൻ സി ആൻഡ് എഫ്, 4-4-ലാണെന്നുണ്ടെങ്കിൽ പ്രതിബിംബം എവിടെ കിട്ടും, 2 കിട്ടും, അഥവാ ഇവിടെ കിട്ടും. ആ സ്ഥലത്തിന് പറയുന്ന പേരെന്താ, ബിയോണ്ട് സി. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വേഗം എഴുതി വെക്കാം. ഇമേജ് എവിടെ കിട്ടുക, ബിയോണ്ട് സി. ഇംഗ്ലീഷ് മീഡിയക്കാർ മലയാള മീഡിയക്കാരോട് എഴുതണേ, സിക്ക് എന്താണ്, സിക്ക് അപ്പുറം, സിക്ക് അപ്പുറത്താണ് കിട്ടുക. ഓക്കെ, അപ്പൊ ഇനി അടുത്ത നോക്കുക, ഇതിന്റെ പ്രത്യേകതകൾ നോക്കിക്കേ. പ്രത്യേകത എന്താണ്, പ്രതിബിംബത്തിന്റെ പ്രത്യേകത നോക്കുക, വലുതും ചെറുതാണെന്ന് നോക്കിക്കേ. അഥവാ ഞാൻ വെച്ച സ്ഥലം എവിടെയായിരുന്നു, ബിറ്റ്വീൻ സി ആൻഡ് എഫ് അല്ലെ, ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ വെച്ചപ്പോ എനിക്ക് പ്രതിബിംബം എവിടെ കിട്ടി, പ്രതിബിംബം കിട്ടിയ സ്ഥലമാണ് ഇത്, അഥവാ ബിയോണ്ട് സി. എങ്ങനെയാണ് ഇരിക്കുന്നത്, വലുതല്ലേ, യെസ് വലുതാണ്. അപ്പൊ നമ്മൾ അവിടെ എന്ത് എഴുതണം, ഇവിടെ നമുക്ക് എഴുതാനുള്ളത് എന്താണ്, മാഗ്നിഫൈഡ് അഥവാ വലുതാണ്. മലയാളം മീഡിയക്കാർ വലുത് എന്ന് എഴുതി വെച്ചോ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ അടുത്ത കാര്യം എന്താ എഴുതാനുള്ളത്, തല കീയാണ് അല്ലെ, തല കീ ആയിട്ടല്ലേ ഇരിക്കണത്. നോക്കിക്കേ, തല കീ ആയിട്ടാണ് ഇരിക്കുന്നത്. തല കീ ആണെങ്കിൽ എന്തായിരിക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞു, തല കീ ആണെങ്കിൽ യഥാർത്ഥം, അഥവാ ഇൻവേർട്ടഡ് ആണെങ്കിൽ റിയൽ ഇമേജസ് ആണ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് അവിടെ അതും കൂടെ എഴുതാം, ഇൻവേർട്ടഡ് ആണെങ്കിൽ എന്താണ്, റിയൽ ആണ്. ക്ലിയർ? ഓക്കെ, ഇനി വേറൊരു സാധനം കൂടി ഞങ്ങൾക്ക് പറഞ്ഞു തരാം. ഇമേജ് സ്ക്രീനിലാണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ, മനസ്സിലായോ, ഇമേജ് പ്രതിബിംബം സ്ക്രീനിലാണെങ്കിൽ അത് യഥാർത്ഥമാണ്. അപ്പോ മിററിൽ ഉണ്ടാവുന്ന ഇമേജ് എന്തായിരിക്കും, മിററിൽ ഉണ്ടാവുന്ന ഇമേജ് എന്താണ്, യഥാർത്ഥമാണോ? ഇല്ല, അതെന്താണ്, മിഥ്യയാണ്, അഥവാ എന്താണ്, വിർച്വൽ ഇമേജ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ കണ്ണാടി നോക്കൂ അല്ലെ, കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ മുഖം ഇങ്ങനെ പളുപളാ മുഖം കാണാറില്ലേ. ആ മുഖം കാണുന്ന കണ്ണാടിയോ, അതെ, നമ്മളെ മുഖം കാണുന്നത് എന്താണ്, അത് റിയൽ അല്ല, അത് വിർച്വൽ ആണ്, അതെന്താണ്, മിഥ്യയാണ്. മനസ്സിലായോ? ഒരു സ്ക്രീനിൽ കാണുമ്പോൾ മാത്രമേ അത് യഥാർത്ഥമാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് രണ്ട് കാര്യം കൂടി കിട്ടുകയാണ്, ഇതിൽ നിന്നൊരു പോയിന്റ് കൂടി കിട്ടുകയാണ്. നോക്കുക, ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞതിന്റെ കൂട്ടത്തില് തല കീ ആയതാണെങ്കിൽ യഥാർത്ഥമാണെന്ന് പറഞ്ഞു അല്ലെ. അതേപോലെ തന്നെ സ്ക്രീനിലാണ് കിട്ടുക എന്നുണ്ടെങ്കിലും യഥാർത്ഥമാണ്, സ്ക്രീനിലാണ് കിട്ടുന്നുണ്ടെങ്കിലും അത് യഥാർത്ഥമാണ്. മനസ്സിലായോ? അപ്പൊ യഥാർത്ഥമായ പ്രതിബിംബത്തിന്റെ രണ്ട് പ്രത്യേകതയാണ്. അതൊന്നെന്തായിരിക്കും, തല കുത്തനായിരിക്കും ഉണ്ടാവുക, രണ്ടാമത്തത് അത് സ്ക്രീനിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ നോക്കുക, അടുത്തത് നിവർന്നതാണെങ്കിൽ അഥവാ മിഥ്യാ പ്രതിബിംബത്തിന്റെ പ്രത്യേകത ഇനി പറയാൻ പോകുന്നത്. മിഥ്യാ പ്രതിബിംബം ആണെങ്കിൽ എന്തായിരിക്കും, അത് നിവർന്ന പ്രതിബിംബമായിരിക്കും. നമ്മൾ വസ്തുവിനെ എങ്ങനെ വെച്ചെങ്കിൽ പ്രതിബിംബം എങ്ങനെ തന്നെ കിട്ടും. മനസ്സിലാവുന്നു? അതാണ് മിഥ്യാ പ്രതിബിംബം, നിവർന്ന പ്രതിബിംബമാണ് ഉണ്ടാവാം. അത് മാത്രമല്ല, അത് എവിടെ ഉണ്ടാവുക, കണ്ണാടിയിൽ. നോക്കാം, കണ്ണാടിയിൽ കാണുന്നതും നിവർന്നതുമായ പ്രതിബിംബങ്ങളൊക്കെ എന്താണ്, മിഥ്യയാണ്, വിർച്വലാണ്. മനസ്സിലായോ? ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് അല്ലെ. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ ആണോ, ക്ലിയർ ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടാസ്ക് എന്നിട്ട് ഞാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങൾ ആദ്യത്തെ ടാസ്ക് ഒക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ബെൽ ബട്ടണും അതേപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാനൊന്നും മറന്നിട്ടുണ്ടാവില്ല. അതേപോലെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടാവും കരുതുന്നു. അപ്പൊ ഏതായാലും ഇതും കൂടെ നിങ്ങളൊന്ന് കമന്റ് ചെയ്തിട്ടും കൂടി പൊക്കോ. ഓക്കെ, ബിയോണ്ട് സിയിലാണെന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി, ബിയോണ്ട് സി. ഓക്കെ, ബിയോണ്ട് സിയിലാണെന്നുണ്ടെങ്കിൽ ബിയോണ്ട് സി എന്ന് എഴുതി, സോറി അങ്ങനല്ല, ബിയോണ്ട് സി എന്ന് എഴുതിയിട്ട് ഒരു 2 കുത്തൊക്കെ ഇട്ടിട്ട് നിങ്ങൾ അതിന്റെ അടുത്ത് എന്ത് ചെയ്യാം, അതിന്റെ പൊസിഷൻ എവിടെയാണെന്നുണ്ടെങ്കിൽ അത് എഴുതാം. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് അതിന്റെ നേച്ചർ എഴുതാം, പ്രത്യേകത,
സ്ഥാനവും പ്രത്യേകതയും, അഥവാ ഞാനിപ്പോ ഇവിടെ എഴുതി കാണിച്ചതുപോലെ നിങ്ങൾ എഴുതാം. എല്ലാത്തിന്റെ എഴുതണ്ട. അപ്പൊ ഏതൊക്കെ എഴുതിയാൽ മതി? വേണമെങ്കിൽ എല്ലാം കൂടി എഴുതിക്കോ, പ്രശ്നമൊന്നുമില്ല. എല്ലാം കൂടി എഴുതുന്നവര് ഭയങ്കര അടിപൊളി മനുഷ്യന്മാരാണ് കേട്ടോ. അപ്പൊ നോക്കാം, ബിയോണ്ട് സി, അറ്റ് സി, അറ്റ് എഫ്, ബിറ്റ്വീൻ എഫ് ആൻഡ് പി. മിനിമം അതെങ്കിലും എഴുതി വെക്കാം. അത് ഞാൻ അറ്റൻഡ് ചെയ്യാത്തതാണ്, അത് നിങ്ങൾ എഴുതി വെക്കാം. ഒരു ടാസ്ക് ആയിട്ട് ഉണ്ടായിക്കോട്ടെ. എല്ലാം കൂടെ ഞാൻ പറയുന്നിട്ട് എന്താ കാര്യം? ഇല്ല അല്ലെ? അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം? കമന്റ് ചെയ്യാം. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഒരുപാട് ട്രിക്സും കാര്യങ്ങളൊക്കെ ഇനിയും വരാനുണ്ട് കേട്ടോ. ബൈ.